എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാജേഷാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാര്യം ഇതൊന്നും വേറൊന്നുമല്ല. ഈ 25-ാം തീയതി ഞങ്ങളൊരു ഫംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന വഴി ഞാനും മോളും വൈഫും ഉണ്ടായിരുന്നു. കഴിഞ്ഞ് വരുന്ന വഴി എൻ്റെ മോളുടെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടു. ഏകദേശം 1 പവൻ അടുത്തോളം ഉണ്ട്. 1 പവൻ്റെ വില ഇപ്പോൾ അറിയാലോ, 1 ലക്ഷത്തിന് മേളിലുണ്ട്. അപ്പോൾ ഞാൻ 2 ദിവസമായിട്ട് അതിനുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അന്ന് കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ അവിടെ കൊടുക്കാവുന്ന പരമാവധി നമ്മളവിടെ പബ്ലിസിറ്റി ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മെമ്പറുടെ ഗ്രൂപ്പിലാണെങ്കിലും അവിടെയുള്ള ചെറുപ്പക്കാർ പിള്ളേരുടെ അവർക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അവരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അവരെല്ലാം ഷെയർ ചെയ്തു. ഇത് നഷ്ടപ്പെട്ടത് അമ്പലപ്പുഴ കട്ടക്കുഴി ആ ഭാഗത്ത് വെച്ചിട്ടായിരുന്നു. കട്ടക്കുഴി, കൊപ്പാറക്കടവ്, എസങ്കോല വഴി. ഞങ്ങളെന്തായാലും ഞങ്ങൾ വളഞ്ഞ വഴിയിലാണല്ലോ. വളഞ്ഞ വഴിയിൽ നിന്ന് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് എസങ്കവല, കൊപ്പാറക്കടവ് ആ റൂട്ട് വഴി ആണ് നമ്മളിങ്ങോട്ട് വന്നത്. പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ആ മാല നഷ്ടപ്പെട്ടത്. എന്തായാലും കല്യാണ ചടങ്ങ് കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ മാല ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് മാല ഉണ്ടായിരുന്നു. തിരിച്ച് വന്ന വഴിയാണ് ആ മാല നഷ്ടപ്പെട്ടത്. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ പ്രതീക്ഷയിലായിരുന്നു. ചിലപ്പോൾ കിട്ടിയാലോ, ഏതെങ്കിലും ഒരു നല്ല മനുഷ്യൻ്റെ കൈ കിട്ടുവാണെങ്കിൽ നമ്മൾ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിലായി. 2 ദിവസമായിട്ടും യാതൊരു വിവരമില്ല. അപ്പോൾ ഞങ്ങളുടെ വേറൊരു ഡൗട്ട് തോന്നിയത്, നമ്മൾ ഈ എസങ്കോല വഴി കിഴക്കോട്ട് പോകുമ്പോൾ നെടുമുടി, ചമ്പക്കുളം ആ ഭാഗത്തേക്കൊക്കെ ഒരുപാട് യാത്രക്കാർ പോകുന്നതാണ്, വാഹനങ്ങളൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം അതാണ്. ഇനി അവിടെ പോകുന്നവർക്ക് ആർക്കെങ്കിലും കിട്ടിയാലോ, എല്ലാവരും ഇത് ആരുടെയാണെന്ന് അറിയാതെ കൈ പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടല്ലോ, മിക്കവർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക. ഞങ്ങൾ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ സ്ഥലം അമ്പലപ്പുഴയാണ്. അപ്പോൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ഒരു വിവരം കിട്ടുന്നവർ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അമ്പലപ്പുഴ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക. അപ്പം പരമാവധി നിങ്ങളീ കാണുന്നവർ ഈ വീഡിയോ മാക്സിമം നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ചിലരത് കൈവച്ചുകൊണ്ടിരിക്കുമായിരിക്കും, അവർ പേടിച്ചിട്ടായിരിക്കും ആർക്ക് കൊടുത്താൽ നമ്മൾ കള്ളനാവോ ഇല്ല എന്നുള്ളത്. അങ്ങനെ ഒന്നും പേടിക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ മതി. അവരോടൊക്കെ പറയുക അമ്പലപ്പുഴയിലാണെന്ന് മാക്സിമം. അപ്പം വൈഫ് അപ്പുറത്താണ്, ഞാൻ വിളിച്ചിട്ട് വന്നില്ല, ആകെ വിഷമത്തിലാണ്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇത് മാക്സിമം ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി. പിന്നെ ഞങ്ങൾ എന്തായാലും ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വൈഫ് 2 ദിവസമായിട്ട് പറയുന്നു സൈഡിൽ വല്ലതും കാണും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകും. എനിക്കും ഒരു പ്രതീക്ഷയുണ്ട്, ചിലപ്പോൾ ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കിടന്ന് വല്ലതും കിട്ടിയാലോ എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പോൾ സൈഡിൽ അവിടെ പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് അവിടെ ഒന്ന് നല്ലപോലെ നരിച്ച് പറക്കും. അതുമല്ല, ഒരുപാട് പേര് നമ്മുടെ ലൈവ് വരുന്നവർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ്, എവിടെ വെച്ചാണ്, എങ്ങനെയാണ്. അപ്പോൾ അവരെ കൂടെ നമ്മളൊന്ന് ഫുള്ള് വീഡിയോ എടുത്തിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും പ്രാദേശികമായിട്ട് കൊടുത്തിട്ട് നമുക്ക് യാതൊരു വിവരം കിട്ടുന്നില്ല. ഇപ്പോൾ ലോങ്ങിനും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കൂടെ തന്നെയാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ കറക്റ്റ് സ്പോട്ട് ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. അതെങ്ങനെയാണ് അത് നടന്നതെന്നുള്ളൊരു രീതി നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി തരാം. എന്തായാലും നമുക്ക് ആ സ്പോട്ടിലോട്ടൊന്ന് പോകണം. വൈഫുണ്ട്, മോളുണ്ട്. ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. അവിടെ വെച്ചിട്ട് ബാക്കി കാര്യം നമുക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതായിരുന്നു കല്യാണ വീട്. കല്യാണിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവിടെ ഒരു ബൈക്ക് ഇരിപ്പുണ്ടായിരുന്നു. ആ ബൈക്കിൻ്റെ സൈഡിലാണ് ഞങ്ങൾ ഇന്ന് അവസാനമായിട്ട് ഫോട്ടോ എടുത്തത്. ഏകദേശം ഇതേ കണക്കൊരു ടീഷർട്ടാണ് ശിവമോൾ ഇട്ടിരുന്നത്. ഇവിടെ നിർത്തിയാണ് ഞങ്ങൾ ലാസ്റ്റ് പോകാൻ നേരത്ത് ഫോട്ടോ എടുത്തത്. ഈ ഭാഗത്താണ് ഞങ്ങൾ നല്ലപോലെ നോക്കിയിട്ടുണ്ട്. ഇവിടെ ഏകദേശം ഇത് കഴിഞ്ഞ് ഈ കറക്റ്റ് ഈ ഭാഗത്ത് തന്നെയാണ് വണ്ടി ഇരുന്നത്. ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ നിന്നതിന് ശേഷം നമ്മൾ വണ്ടി വെച്ചിരിക്കുന്ന സ്ഥലമാണ് അങ്ങ് കുറച്ച് ദൂരെ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ വണ്ടിയുടെ അടുക്കലോട്ട് പോവുകയാണ്. അതാണ് വണ്ടി, കണ്ടോ. അവിടെയാണ് നമ്മൾ വണ്ടി വെച്ചിരുന്നത്. ഇവിടെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ അവിടെയാണ് വണ്ടി വെച്ചത്. ഇവിടെ ശരം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അത് ഇന്നത്തെ മഴയിൽ വെള്ളം കയറിയതാണ് കേട്ടോ. അന്ന് ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. ഞങ്ങൾ എന്നാലും ഇവിടെയൊക്കെ മൊത്തം നോക്കി അരിച്ച് വിറക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വന്നപ്പോഴും നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ നമ്മളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് കേട്ടോ. ഇവിടെ മൊത്തം ഈ സൈഡ് ഇപ്പോൾ മൊത്തം ചെള്ളയാണ്. വണ്ടി കറക്റ്റ് നമ്മൾ ഈ പൊസിഷനിൽ തന്നെയാണ് വണ്ടി വെച്ചിരുന്നത്. ഇവിടെ കുറേ ഇത് കണക്ക് തന്നെ ശിവമോൾ ഞാൻ പറഞ്ഞു, ശിവമോൾ എവിടെയൊക്കെ നടന്നു അങ്ങനെയൊക്കെ നടക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശിവമോൾ നടന്ന സ്ഥലമൊക്കെ ശിവമോൾ എന്നെ കാണിച്ചു തന്ന്. അതിൻ്റെ ഞാനിടക്കും നോക്കുന്നുണ്ട്, കുഞ്ഞും നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം അവിടെ എല്ലാം നല്ലപോലെ നോക്കി ആ സൈഡിലും നോക്കി. അവിടെ അപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ റോഡ് കണ്ടോ, ഈ റോഡ് നമ്മൾ താഴെ വീണ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെയൊക്കെ അന്ന് ലൈറ്റും വെട്ടമല്ലായിരുന്നു. ഉണ്ടോ, ഈ സൈഡിൽ കൂടെ ഞങ്ങൾ നേരെ പോവുകയാണ്. അപ്പോൾ അപ്പുറത്തൊന്നും അധികമായിട്ട് പുല്ല്, ഈ സൈഡിൽ അധികമായിട്ട് പുല്ലില്ല. അവിടെ നേരെ ഞങ്ങൾ പോയായിരുന്നു ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ.
അപ്പോൾ അവിടെ വണ്ടി ഞങ്ങൾ ഇവിടെ അല്ല വെച്ചിരുന്നത്, വണ്ടി അകത്താണ് വെച്ചിരുന്നത്. ഇപ്പോൾ അവിടെ ചെള്ളയായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വണ്ടി ഇറക്കിയില്ല. നമ്മളെന്നാലും ഇവിടെയൊക്കെ മൊത്തം നോക്കിയതാണ് കേട്ടോ. അന്ന് തൊട്ട് ഇന്ന് രാവിലെ വരെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു ജ്യേഷ്ഠനാണ്, നമ്മുടെ ഒരു ബന്ധുവൂടാണ്. അപ്പോൾ ഇവിടാണ് നമ്മൾ വണ്ടി വെച്ചത് കറക്റ്റ്. ഞങ്ങൾ ഈ വണ്ടി വെച്ച സ്ഥലമെല്ലാം നല്ലപോലെ നോക്കി കേട്ടോ. അഥവാ കയറുന്ന വഴിക്ക് പോയാലും അറിയത്തില്ലല്ലോ. അത് കാരണം ഇവിടെയെല്ലാം ഞങ്ങൾ നല്ലപോലെ നോക്കിയായിരുന്നു. വീണ എപ്പോഴും പറയും വണ്ടി വെച്ച സ്ഥലം നല്ലപോലെ നോക്കണം. നമുക്ക് ഭയങ്കര ഡൗട്ടുള്ള സ്ഥലമൊക്കെ അവൾക്ക് നല്ലപോലെ നമ്മളവിടെ നോക്കി കേട്ടോ. വീണ ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റും പറയും നമുക്ക് അവിടെ നോക്കണം, ഇവിടെ നോക്കണം എന്നൊക്കെ എന്നോട് എപ്പോഴും പറയും. അതെല്ലാം ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യാനും കൂടെയാണ് ഞങ്ങൾ ഇന്ന് വന്നത്. ഇവിടെ നോക്കി ഇപ്പോഴും ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ നല്ലപോലെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒന്നും കണ്ടില്ല. വീണ ആകെ വിഷമത്തിലാണ്. വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞാണെങ്കിലും തന്നെ ഞാൻ എടുത്തതാണ്. അത് ബിന്ദുജിയാണ്, ഇത് വിവിൻസാണ്. ഇവർക്കൊരു ചാനലുണ്ട്, മൗലിസ്ത ഗ്രേറ്റ് വിൻ എന്ന് പറഞ്ഞത്. മറ്റേത് ശ്രീകാന്താണ്. ശ്രീകാന്ത് നമ്മളിവിടെ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഈ പൊസിഷനിൽ നിന്ന് വണ്ടി എടുത്ത് വീണയപ്പോൾ പുറകെ ഇരിപ്പുണ്ട്. ഇതേപോലെ തന്നെ ശിവമോള് ഫ്രണ്ടിലാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കാൻ പറയും. ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് പോയത്. ഒരുപാട് അടുപ്പിച്ച് ചേർന്നൊന്നുമല്ല, സൈഡിൽ കൂടെ അല്ല പോയത്. ഇപ്പോൾ ഇവിടെ മല വീണ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ വന്ന കൊപ്പാറക്കടവ് പാലം എന്ന് പറയും. അപ്പോൾ വീണ അവിടെ ഒരു ഡൗട്ട് തോന്നി. വീണനെ ഞാൻ അവിടെ ഇറക്കി. വീണ അവിടെ നിങ്ങൾക്ക് നോക്കി കാണാം, അങ്ങ് തപ്പി വരികയാണ്. അപ്പോൾ ഇതാണ് മെയിൻ റോഡല്ല, ഇത് ആലപ്പുഴ ഹരിപ്പാട് പോകുന്നതിൻ്റെ ആ വഴി എസ്സങ്കവല എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പുണ്ട്, വളഞ്ഞ വഴിക്ക് തൊട്ട് മുന്നേ, അതായത് വണ്ടാനം കഴിഞ്ഞിട്ട്. ഇത് അവിടുന്ന് എസ്സങ്കവലയിൽ നിന്ന് നേരെ വരുന്ന റോഡാണ് ഇത്. ഇത് കഞ്ഞിപ്പാടം റോഡാണ്. ഇതിലെ നേരെ പോയാൽ ചമ്പക്കുളം നെടുമുടി ആ ഭാഗത്ത് പോകും. അങ്ങോട്ട് പോയാൽ നമ്മുടെ റോഡ് വളഞ്ഞുവഴിയിലോട്ടും പോകും. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു ഡൗട്ട് തോന്നി, അഥവാ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവർക്ക് കിട്ടിയാലോ. അതാണ് മെയിനായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ് ഒരു ഫോൺ കോളിന് വേണ്ടി. ദയവ് ചെയ്ത് നല്ല മനുഷ്യരുടെ കയ്യിൽ കിട്ടിയാൽ നമുക്കത് തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എല്ലാവരിലോട്ടും എത്തിക്കുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും പ്രാർത്ഥനയും വേണം. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ ആ ഫോൺ കോളിന് വേണ്ടി കാത്തിരിക്കുന്നു. നന്ദി.